നമസ്കാരം. സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലുലോയിഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെല്ലുലോയിഡിൻ്റെ എപ്പിസോഡിൽ ഇപ്പോൾ മലയാളത്തിൽ യൂട്യൂബിൽ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഷോർട്ട് ഫിലിമായിട്ടുള്ള റൺവേയുടെ വിശേഷങ്ങളുമായിട്ട് അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് നമ്മളോടൊപ്പം ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഐ ഹാവ് ദ ഡയറക്ടർ ഓഫ് ദ ഷോർട്ട് ഫിലിം ലീ അലി. ഹൈ ലീ. ഓൾസോ നമ്മുടെ ഒപ്പം സിനിമാറ്റോഗ്രാഫർ നാ ജോസും ഉണ്ട്. ഹലോ. ഹലോ. ആ ഒരു പേര് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. നാ ജോസ്. നജോസ് എന്നാണ് പറയുന്നത്. നവീൻ നജോസ്. ഓൾറൈറ്റ്. അപ്പം ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിരുന്നു. ഇതിനോടകം തന്നെ ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പം ആസ് ദ ഡയറക്ടർ ഓഫ് ദ ഷോർട്ട് ഫിലിം എന്താ തോന്നുന്നത്? വളരെ സന്തോഷമുണ്ട്. കാണുന്ന ആളുകളെല്ലാം നമ്മളെ വിളിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. അത് സക്സസ് ആയി എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. സോ അത് നമുക്ക് തന്നൊരു കോൺഫിഡൻസ് ഭയങ്കരമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓക്കെയാണ്, ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും. സാധാരണ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോഴത്തേക്കും അത് വിൽ ബി ലൈക്ക് ഫോർ 15 minutes ഓർ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 30 minutes ഒക്കെയാണ് ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാകുക. പക്ഷേ ഇതൊരു 40 to 45 minutes എന്ന് പറയുമ്പം ശരിക്കും ഒരു 49 minutes എന്ന് പറയുമ്പം ശരിക്കും ഒരു സിനിമയുടെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ അതിനിട്ട എഫേർട്ട് നമുക്ക് ആ ഷോർട്ട് ഫിലിമിൽ കാണാൻ പറ്റി. അപ്പം ഒരു സിനിമാറ്റോഗ്രാഫർ എന്ന നിലയിൽ ഷോർട്ട് ഫിലിം എന്ന രീതിയിൽ യു സ്റ്റാർട്ടഡ് വർക്കിംഗ്. പക്ഷേ ഐ തിങ്ക് ദ എക്സ്പീരിയൻസ് ദാറ്റ് യു ഗെയിൻഡ് അതൊരു മൂവിയിൽ വർക്ക് ചെയ്ത് തന്നെ ആയിരിക്കില്ലേ? ഡെഫിനറ്റ്ലി. കാരണം നമ്മൾ പല ഷോർട്ട് ഫിലിംസ് ചെയ്യുമ്പോൾ മേ ബി ഒരു 1 or 2 days അങ്ങനത്തെ ഒരു ഡ്യൂറേഷനിലൊക്കെ മാക്സിമം ചെയ്യുന്നതും. അപ്പോൾ ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് കേൾക്കുമ്പോൾ തന്നെ ഡൗട്ട്ഫുൾ ആയിരുന്നു, ഇത് എത്ര വലിയൊരു ക്യാൻവാസിലോട്ടാണ് പോകുന്നത്. അപ്പം അതിന് പ്രൊഡക്ഷൻ ടീമും ഡയറക്ടറും പ്രിപ്പയർഡ് ആയതിൻ്റെ ആ കംഫർട്ടിലാണ് നമുക്കും നമ്മൾ വിചാരിച്ച രീതിയിൽ ടെക്നിക്കലി ഇത് ടോട്ടലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ സിനിമയുടെ ഒരു ക്യാൻവാസ് എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ ആക്ച്വലി നമ്മൾ കാണുന്നത് ഒരു ചെറിയ സ്ക്രീൻ, നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫോണിലാണെങ്കിൽ കൂടി അത് നമുക്ക് തരുന്നത് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ്. അതിലെടുത്ത് പറയേണ്ടത് ഇതിൻ്റെ കാസ്റ്റ് തന്നെ. അദ്രി ജോ വാസ് ദെയർ ആൻഡ് ഐ തിങ്ക് യുവർ ഹീറോയിൻ ഷി അപ്പിയർഡ് ഇൻ എ ഫ്യൂ ഫിലിംസ്. ഇപ്പം റീസെൻ്റ്ലി ഐ വാച്ച് വിവേകാനന്ദൻ വൈറലാണ്, അതിലൊക്കെ കുട്ടി ഉണ്ടായിരുന്നു. അപ്പം ലൈക്ക് നിങ്ങൾ ആ കാസ്റ്റും കാര്യങ്ങളും എല്ലാം വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഇതുപോലെ എനിക്ക് തോന്നി. അതെ, നമ്മൾ അങ്ങനെ തന്നെ നോക്കി തന്നെയാണ് കാസ്റ്റ് ചെയ്തത്. പിന്നെ അതിരി അങ്ങനെയുള്ളവർ നമ്മുടെ ഫ്രണ്ട്സ് ആണ്. നമ്മുടെ ഫസ്റ്റ് പ്രൊജക്ട് എന്ന രീതിയിൽ അവരെല്ലാവരും നമ്മളോട് സപ്പോർട്ട് ചെയ്ത് നിന്നാണ്. അൻഷേനെ നമ്മൾ കണ്ടെത്തിയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ആ നമ്മൾ ഉദ്ദേശിച്ച ഒരു ക്യാരക്ടർ ലുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിയുമായിട്ട് എന്തെങ്കിലും ഒരു സാമ്യം കിട്ടണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അൻഷയിലിട്ട് നമ്മൾ എത്തിച്ചേരുക ചെയ്തത്. ഓൾറൈറ്റ്. ഇപ്പം നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് വളരെ എന്താ പറയുക സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം എന്തുകൊണ്ട് അങ്ങനെ? ഇപ്പം ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് നടക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ യു ചോസ് ദാറ്റ് ടോപ്പിക്. ആൻഡ് ഓൾസോ ഞാൻ ആ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞപ്പം അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇതിനകത്ത് തോന്നുന്ന ലൈക്ക് ആ ഒരു സാമ്യം അത് തികച്ചും കോയിൻസിഡന്റൽ ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ വി ഓൾ നോ അത് ആ ഒരു ഇഷ്യൂവിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന്. അപ്പം എന്തുകൊണ്ടാണ് അപ്പം ദ ക്വസ്റ്റ്യൻ ഇസ് ടു യു ദ ഡയറക്ടർ, എന്തുകൊണ്ട് അപ്പം അങ്ങനെ ലൈക്ക് ഇത്രയും ലൗഡായിട്ട് സംസാരിക്കുന്നുണ്ട്, ആ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്തത് വളരെ നല്ല കാര്യം. അപ്പം എന്തുകൊണ്ടാണ് കോയിൻസിഡൻഷ്യൽ ആണ് എന്ന് പറഞ്ഞിട്ട് വെച്ചൊരു? അതിപ്പോ നമുക്ക് നാളെ അതൊരു അറിയാലോ, നിങ്ങൾ ഈ ഫീൽഡിലുള്ളവരല്ലേ, നമ്മൾ അത് തന്നെയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഫിക്ഷനാ ചെയ്തേക്കണത്, അത് തന്നെ സംഭവിച്ചു എന്നുള്ളത് എന്തായാലും നമുക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്. അന്ന് വന്ന ന്യൂസുകൾ ആൾക്കാർ കണ്ട് അവരുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞതൊക്കെയാണ്. അതിനെ കുറെ ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ട്. അത് എയർ ചെയ്തു, ടിവിയിലൂടെയും ചാനലിലൂടെയൊക്കെ ആൾക്കാർ കമന്റ്സ് പറഞ്ഞു. സോ ഇങ്ങനെയും കൂടി ഉണ്ടായാൽ എന്തായിരിക്കും, ഇങ്ങനെ ഉണ്ടാവില്ലേ എന്നൊരു സാധനമാണ് നമ്മൾ വച്ചേക്കുന്നത്. അപ്പൊ അതൊരിക്കലും ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓൾസോ ഇതിന്റെ ഒരു ഡ്രാമ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ വേറെ കുറെ ക്യാരക്ടേഴ്സ്, ഈ അഫ്ഷ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഫാദറിന് ഇച്ചിരി ഒരു നെഗറ്റീവ് ഗ്രേഡിലോട്ട് ആദ്യം കൊണ്ടുവന്നാണ്, സോറി അങ്കിളിനെ നെഗറ്റീവ് ഗ്രേഡിലോട്ട്. അപ്പം ഓബ്വിയസ്ലി അത് നമുക്ക് റിയൽ ലൈഫിലാണെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ അഫക്ട് മെനി അതർ പീപ്പിൾ. സോ അങ്ങനത്തെ സിറ്റുവേഷൻ ഇവിടെ സംഭവിക്കുമ്പോൾ ദിസ് ഇസ് ആൻ ഓൾട്ടർനേറ്റീവ് റിയാലിറ്റി എന്നുള്ളൊരു സാധനമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു സബ്ജക്ട് ചൂസ് ചെയ്തതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പിന്നീട് വേറെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ത്രെട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ സബ്ജക്ട് ആദ്യം പറഞ്ഞ കുറെ പേര് ഇതിന് പിന്മാറിയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കഥ പറയുന്നവരെല്ലാവരും തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ മാറുകയോ ചെയ്തേ. പിന്നെ ഇതിലോട്ട് വന്ന എല്ലാവരും എന്താ പറയാ, അത് ചെയ്യാൻ വിധിക്കപ്പെട്ട ആളുകൾ എത്തിപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ വന്നു, അവർ കഥ കേട്ടു, അവർ നമ്മളോട് നല്ല കട്ടയ്ക്ക് നിന്ന് പരിപാടി ചെയ്ത് തരുകയും ചെയ്തു. അങ്ങനെയാണ് അതിലോട്ട് എത്തിയത്. ഓക്കെ, നമ്മൾ കാസ്റ്റിനെ പറ്റി സംസാരിച്ചപ്പോൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല, ശ്രീനിഷ് അരവിന്ദ്. എങ്ങനെയായിരുന്നു ശ്രീനിഷിലേക്ക് എത്തിയത്? അതിലെ ഒരു നെഗറ്റീവ് വില്ലൻ ചെയ്യാൻ തന്നെ ശ്രീനിഷിനെ ചൂസ് ചെയ്തത്? ശ്രീനിഷിലോട്ട് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ശ്രീനിഷിന്റെ ഷോർട്ട് ഫിലിം റീസെന്റ് നമ്മൾ കണ്ടായിരുന്നു ഈ കാസ്റ്റ് എടുക്കുന്ന സമയത്ത്.
അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് അതിൽ വർക്കായി. പുള്ളി ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് അതിൽ ചെയ്തത്. അപ്പോൾ ഞാൻ കണക്ട് ചെയ്ത് നോക്കി. കണക്ട് ചെയ്ത് ഞാൻ ശ്രീനിഷിൻ്റെ അടുത്ത് കഥ പറഞ്ഞു. കഥ കേട്ടപ്പോൾ തന്നെ ശ്രീനിഷ് പറഞ്ഞു ഞാൻ എന്തായാലും ഇത് ചെയ്യും, വേറെ ആർക്കും കൊടുക്കണ്ട, അത് ഞാൻ എന്തായാലും കട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീനിഷ് ഇന്നായതാണ് ഇതിലിട്ട് ചെയ്തതാണ്. ഓക്കെ, ഇതില് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സിനിമയുടെ ക്യാൻവാസിൽ തന്നെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിം നിങ്ങൾ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി അതിൽ ഓരോ സീക്വൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മൂവിക്ക് വേണ്ട ക്വാളിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ഒരു കാറിൻ്റെ ചേസിങ് സീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ആസ് എ സിനിമാറ്റോഗ്രാഫർ ആ ഒരു ഇത്രയും വലിയ ക്യാൻവാസിൽ എടുക്കേണ്ട ഒരു കാര്യം എല്ലാം കൊണ്ടും ചെറിയൊരു പിക്ചറിലേക്ക് കൊണ്ടുവന്നപ്പം ആ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സോ ഇനിഷ്യലി ഞാനും ലീയും പരിചയപ്പെടുന്ന തന്നെ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊജക്ടിന് വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റയിലൂടെ ഈ പറഞ്ഞ പോലെ ലീ പലരെയും കാസ്റ്റിനെ മീറ്റ് ചെയ്യുന്നത് തന്നെ എൻ്റെ പ്രീവിയസ് വർക്ക്സിലൂടെ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. സോ ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് തന്നെ ഈ പറഞ്ഞ നമ്മൾ ഷോർട്ട് ഫിലിമിൻ്റെ കഥ കേൾക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുന്നു. അപ്പോൾ കഥ തന്നെ ഒരു 45 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. ഇത് കേട്ട് മൊത്തം തീർന്നപ്പോഴേക്കും ഇത് ഷോർട്ട് ഫിലിമായിട്ട് തന്നെ അല്ലേ. അപ്പം നമുക്ക് പരിചയമില്ലാത്തപ്പം ഒബ്വിയസ്ലി നമുക്ക് ഇവരിത് ഏത് സ്കെയിലാണ് കാണുന്നതെന്നും അറിയത്തില്ലല്ലോ. അപ്പം നമുക്കിന്ന് ബഡ്ജറ്റ് ചെയ്ത് നോക്കാം ഇത് എത്രയിലോട്ട് പോകും. അപ്പം ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ ഓക്കെ ഇവർ അതിനുവേണ്ടി സെറ്റാണ്. അന്നേരം പിന്നെ നമ്മുടെ റിക്വയർമെൻറ്റ്സ് നമുക്ക് ഇതൊരു ഷോർട്ട് ഫിലിമാണ്. അപ്പം വി ഓൾസോ നോ ദാറ്റ് ഇതിൽ നിന്നൊരു ഹ്യൂജ് റിട്ടേണോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ മൊത്തം ഒരു DIY സെറ്റപ്പാണ് നമ്മൾ എൻറ്റയർലി പിടിച്ചിട്ടുള്ളത്. ഇതിലിപ്പം ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. മാൻ പവർ ഒരുപാടുണ്ടെങ്കിലും comparatively for a movie of 45 minutes duration, if you compare to the budget, it's very small എന്ന് നമുക്ക് പറയാം. ബിക്കോസ് നമുക്കിതിലൊരു ലൈറ്റ് യൂണിറ്റേ ഇല്ലായിരുന്നു. ലൈറ്റ് യൂണിറ്റ് എന്ന സാധനം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. സോ വൺ തിങ് ബാറ്റ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് കട്ട് ഓഫ് ചെയ്യാൻ പറ്റി. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ലൈറ്റ്സ് ഹയർ ചെയ്ത് അത് യൂസ് ചെയ്യാൻ ആൾക്കാർ വരുമായിരുന്നു. ആൻഡ് ഇങ്ങനത്തെ ചേസിങ്ങിലൊക്കെ നമുക്ക് റിഗ് സെറ്റപ്സ് ഉണ്ടായിരുന്നു വണ്ടിയിൽ ഫിക്സ് ചെയ്യാനും. ഒറ്റ ദിവസത്തെ പരിപാടിയാണ് ആ ചേസ്. ഒരു ക്യാമറയും ഒരു ഗിംബലുമാണ് നമ്മൾ എൻറ്റയർലി ഷൂട്ട് ചെയ്തേക്കുന്നത്. സോ അത്രയും ഷോർട്ട് ഡിവിഷൻ ഒക്കെ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് 3 മാസം ഞങ്ങൾ ഇരുന്ന് പ്ലാൻ ചെയ്തായിരുന്നു. ഞാനിവനും ഒരു 3 months ബിഫോർ ഇരുന്ന് നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഷൂട്ടിന് ഇറങ്ങിയത്. അതും 24 hour നമ്മൾ ഷൂട്ട് ചെയ്തു 3 ദിവസം. മോർണിംഗ് 6 to അടുത്ത ദിവസം മോർണിംഗ് 6 വരെ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്തു. എന്നിട്ട് 2 ദിവസം ബ്രേക്ക് എടുക്കും. വീണ്ടും ഫുൾ 24 ജീവൻ വെക്കുമ്പോൾ വീണ്ടും എടുക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ചാർട്ട് ചെയ്തു. ഡേ ടൈമിലുള്ള എല്ലാം ചാർട്ട് ചെയ്തു, നൈറ്റ് ടൈമിലുള്ള എല്ലാം ചാർട്ട് ചെയ്തു. അങ്ങനെ നിർത്താതെ ഓട്ടാണ്, മനസ്സിലുണ്ടോ? അപ്പൊ അങ്ങനെ നമുക്ക് 33 അടുത്ത സീൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു സിനിമയുടെ ഹാഫ് ടൈം ആയി. അപ്പൊ സിനിമയുടെ നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മളൊരു പ്രൊഫൈൽ നോക്കിയിട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഒരു സിനിമയുടെ ഹാഫ് ടൈം എങ്കിലും ഒരു 30-40 മിനിറ്റെങ്കിലും ആളുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആളുകളെ പിടിച്ചിരുത്താൻ പറ്റിയാൽ മാത്രമാണ് നമുക്കൊരു സിനിമ ചെയ്യാനുള്ള ധൈര്യം വരുള്ളൂ. 10-15 മിനിറ്റിന്റെ സാധനം ചെയ്താൽ എനിക്ക് അത്രത്തോളം കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവത്തില്ല. സോ അപ്പൊ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു 33 സീൻ 7 days അല്ലെ 8 days ഷൂട്ട് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ആയിരുന്നു. ഞങ്ങൾ കട്ടക്ക് നിന്നങ്ങ് അടിച്ചു. അതാണ് സംഭവം. എന്തായാലും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ടു യു ഗൈസ്. സോ ലീഡ് ഇതിനു മുമ്പുള്ള വർക്ക്സ് ഏതൊക്കെയാണ്? ഓർ ദിസ് ഇസ് യുവർ ലൈക്ക് ഫസ്റ്റ് വർക്ക്? അതെ, ഇത് ഫസ്റ്റ് വർക്കാണ്. ഇതിന് മുന്നേ അങ്ങനെ വർക്കൊന്നും ചെയ്തിട്ടില്ല. ഒരു പടത്തിൽ വർക്ക് ചെയ്തു 10 days, ഒരു എന്താ പറയാ ഒരു ഫസ്റ്റ് ഷെഡ്യൂൾ മാത്രം. പിന്നെ കോവിഡായിട്ട് നിന്നുപോയി. പിന്നെ റൈറ്റിംഗ് ആണ് മെയിൻ പരിപാടി. അപ്പൊ അതിന്റെ ഒരു യാത്രയിലായിരുന്നു കുറച്ചധികം നാളായിട്ട്, സ്ക്രിപ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഓക്കെ. ഒരു റൈറ്റർ എന്ന നിലയിൽ ഈ ഒരു സബ്ജക്ട് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു എക്സാക്ട് റീസൺ എന്താ? റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഫസ്റ്റ് ആണല്ലോ, ആദ്യത്തെ വർക്കാണല്ലോ. അപ്പൊ ഞാൻ എഴുതുന്ന കാര്യം കുറച്ചുകൂടെയും സൗണ്ടഡ് ആയിരിക്കണം എന്ന് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം എന്നെ പോലെ ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് വന്ന് നിൽക്കുന്ന ആളുകൾക്ക് സംഭവിച്ച ഒരു കാര്യമാണെന്നാണ് അറിയാലോ. അപ്പൊ സോ എനിക്ക് അത് എൻ്റെ ഒരു പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നു എഴുതണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ എഴുതി. സോ നൗ കമ്മിങ് ടു യു നജോസ്, ഇതിനു മുമ്പ് ഒരുപാട് ഫിലിംസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ആസ് എ സിനിമാറ്റോഗ്രാഫർ. ഐ തിങ്ക് ജയരാജ് സാറിന്റെ ഒപ്പം ഒക്കെ അല്ലേ? ജയരാജ് ഒപ്പം ഇപ്പൊ ഒരു മൂവി കഴിഞ്ഞു. അതിന് മുന്നേ ഞാൻ അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു ഒരു 2 years വർക്ക് ചെയ്തു. സുജിത് സാറിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ ഈ പറഞ്ഞ ആഫ്റ്റർ കോവിഡ് ആണ് ഞാൻ ഒരു ഇൻഡിപെൻഡന്റ് സിനിമാറ്റോഗ്രാഫർ എന്ന രീതിയിൽ അഡ്വർടൈസ്മെന്റ്സും മൂവീസും ഒക്കെ പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറൈറ്റ്. ഇനി എന്താണ് രണ്ടുപേരുടെയും അപ്കമിങ് വർക്ക്സ് ആൻഡ് പ്ലാൻസ്? ഞങ്ങളുടെ ഉടനെ തന്നെ വരുന്നുണ്ട്. അതിന്റെ പ്രീ തുടങ്ങി. ഞങ്ങള് ഇരുന്നോണ്ടിരിക്കുവാണ് അതിന് വേണ്ടി. പ്രീ പ്രൊഡക്ഷൻ ഈ വർഷം തന്നെ ഉണ്ടാവും. ഉടനെ തന്നെ ഉണ്ടാവും ചാൻസ് ഉണ്ട്. ഓക്കെ. ലൂസിഫറിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നജോസ് അല്ലേ? സുജിത് സാറിനൊപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പം ലൂസിഫറിൽ ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. അപ്പം എനിക്കൊന്നു അതിലൊക്കെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ ഒരു സ്കെയിലിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കോൺഫിഡൻസും ആയിരുന്നു ഉറപ്പായിട്ടും ലീ സബ്ജക്ട് പറയുമ്പോൾ. കാരണം ഏതൊരു സിനിമാറ്റോഗ്രാഫറിനും ഭയങ്കര ചെയ്യാൻ ആഗ്രഹം ഉള്ളൊരു സബ്ജക്റ്റാണ് ഇങ്ങനത്തെ. കാരണം ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ അല്ല,
നമുക്ക് ഇഷ്ടംപോലെ ഫ്ലേവേഴ്സ് ഉണ്ട്. ഇതിൻ്റെ കളർ പാലറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ തന്നെ ഭയങ്കര റോ ആയിട്ട് റസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിയർഫുൾ ഫ്രെയിംസ് ഉണ്ട് ടുവേർഡ്സ് ദി എൻഡ് ആക്സിഡൻറ്റ് സീൻസിലൊക്കെ. എന്നാൽ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള സീൻസാണ് റൺവേ റാമ്പ് വാക്കിൻ്റെ സമയത്തും. എന്നാൽ തുടക്കമൊക്കെ ഇച്ചിരി ക്യൂട്ടായിട്ട് വരുന്ന കുറേ സിറ്റുവേഷൻസും ആണ്. അപ്പം ഇങ്ങനത്തെ പല ഫ്ലേവേഴ്സ് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനത്തെ നമുക്ക് ഇതൊരു കിട്ടിയപ്പോൾ ഒരു കംപ്ലീറ്റ് പാക്കേജ്, ഒരു എൻറ്റയർ സിനിമാറ്റിക് മൂഡ് എവിടെയൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ നമുക്ക് മാക്സിമം കൊണ്ടുവരാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. നജോസ്, അതുപോലെ തന്നെ ഇന്ദ്രൻ സേട്ടന്റെ ഒരു കിടിലൻ മേക്ക് ഓവർ ഒക്കെ കൊണ്ടുവന്നിട്ട് ഓൾറെഡി ഇതിനു മുമ്പ് ഒരു തവണ ട്രെൻഡ് സെറ്റർ ആയിട്ടുള്ളതാണ്. അപ്പം അതിന്റെ വിശേഷങ്ങൾ കൂടി എനിക്ക് തോന്നുന്നു ആ വർക്ക്സ് ഒക്കെ കണ്ടിട്ട് ലീം നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതാണ്. അതായിരുന്നു എനിക്ക് ഫാഷൻ മോങ്കർ അച്ചു എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ ഒപ്പം വിസ്ക് എന്ന് പറഞ്ഞൊരു അത് ഈ പറഞ്ഞ പോലെ, കാരണം ഇന്ദ്രൻ സേട്ടൻ നമ്മളിപ്പോഴും ഒരു നോർമൽ രീതിയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ സബ്ജക്ട് കേൾക്കുമ്പോഴും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഭയങ്കര ഒരു എന്താ പറയുക, വേറെ കളർ ടോൺസും വേറെ ടൈപ്സ് ഓഫ് ഷോട്ട്സ് വെക്കാൻ പറ്റുന്ന ഒരു ഫാഷൻ ടൈപ്പാണ് ആക്ച്വലി. അതായിരുന്നു ആദ്യം എൻ്റെ ഒരു ഫസ്റ്റ് ഹിറ്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്തൊരു വർക്ക് അതായിരുന്നു. അപ്പം ദാറ്റ് ഇസ് സ്റ്റിൽ സെല്ലിങ് മീ ഇൻ മെനി പ്ലേസസ് എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ റൺവേ ആസ് മൈ ബെസ്റ്റ് വർക്ക് സോ ഫാർ എന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. സോ ദിസ് ഷുഡ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് അസ് ഡു ബിഗർ വർക്ക്സ് ഇൻ ഫ്യൂച്ചർ എന്നാണ്. അതെ അതെ, ഈ ഒരു ബെസ്റ്റ് വർക്ക് അടുത്ത ബെസ്റ്റ് വർക്കിലേക്കുള്ള ഒരു വഴി പേവ് ചെയ്യട്ടെ എന്ന് നമ്മൾ എന്തായാലും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. അപ്പം നമ്മൾ ബിഹൈൻഡ് ദ ക്യാമറ ഉള്ള ആൾക്കാരെയാണ് ഇപ്പോൾ പരിചയപ്പെട്ടത്, ദ ഡയറക്ടർ ആൻഡ് ദ സിനിമാറ്റോഗ്രാഫർ. ഇനി നിങ്ങളുടെ ആക്ടേഴ്സിനെ കൂടി ഞാനൊന്ന് ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഓൾ റൈറ്റ്, അപ്പോൾ ഇപ്പം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് റൺവേയിലെ പ്രധാനമായിപ്പെട്ട 2 കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള സിൻ ഷാ അതുപോലെ തന്നെ അൻഷ മോഹനാണ്. രണ്ടുപേർക്കും വെൽക്കം. ചേട്ടാ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. അപ്പോൾ പറയൂ അബൌട്ട് റൺവേ, ഈ ഒരു മൊത്തത്തിലുള്ളൊരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ട്. എന്താ പറയുക, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ മെസ്സേജുകളും കോളുകളൊക്കെ ആയിട്ട്, അതൊരു ഷോർട്ട് ഫിലിം, ഞാൻ കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഷോർട്ട് ഫിലിമിന് ഇത്ര ഒരു അപ്രീസിയേഷൻ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അത് ഞാനിത് ചെയ്യുന്ന സമയത്ത് ലീനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ എന്തെങ്കിലും അതിൽ ചെയ്യാനുണ്ടാകുക എന്നുള്ള സാധനം. അപ്പോൾ ഇത് കുറച്ച് ഇമോഷണൽ പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ വിമർശകർ എൻ്റെ മക്കളാണ്. അപ്പോൾ എനിക്ക് കരയാനറിയാൻ പാടില്ല എന്നാണ് എൻ്റെ പിള്ളേർ പറയുക. അത് അവരെ ഇത് കാണിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. അവരും അങ്ങനെയൊക്കെ പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷം. അയ്യോ, തീർച്ചയായിട്ടും അതിനകത്ത് അൻഷയുടെ വാപ്പച്ചിയായിട്ട് ചെയ്യുന്ന കഥാപാത്രം അവസാനം വരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ഇറ്റ് വാസ് ദാറ്റ് ബ്യൂട്ടിഫുൾ. അൻഷയാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ ഒരു ആങ്കർ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇത് ഹോൾ സ്റ്റോറി പോകുന്നത് നിങ്ങളിലൂടെയാണ്. അപ്പം എങ്ങനെയാണ് അൻഷ ഈ ഒരു പ്രോജക്റ്റിലേക്ക് എത്തിച്ചേർന്നത്? സോ റൺവേയിലോട്ട് വന്നത് നാജോസിൻ്റെ ത്രൂ ആണ്. പുള്ളിക്കാരൻ ഞാനും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ അങ്ങനെയാണ് കോൾ വന്നത്. അങ്ങനെ കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു, അങ്ങനെ ചെയ്തു. അപ്പം എങ്ങനെയാണ് ഇതിപ്പോൾ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള ഇൻസിഡൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. അപ്പം എനിക്ക് നിങ്ങളുടെ 2 പേരുടെയും പ്രിപ്പറേഷൻസ് അറിയണം. കാരണം ജീവിച്ചിരുന്നതായിട്ടും ജീവിക്കുന്നതായിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് നിങ്ങൾ ഈ ഒരു സ്ക്രീനിന് മുന്നിലേക്ക് കൊണ്ടുവന്നത്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു? എന്നെ സംബന്ധിച്ച് എനിക്ക് മറ്റിപ്പോൾ ബാപ്പയുടെ ഇതിൽ ചെയ്യുന്ന ക്യാരക്ടറിനെ കുറിച്ച് അങ്ങനെ വേറെ ധാരണ ഇല്ല. ഈ എന്താണോ പറയുന്നത് അത് ചെയ്യാന്നുള്ളതായിരുന്നു. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്യാണ് ഞാൻ ചെയ്തത്. കാരണം വേറെ ഈ ആളെപ്പറ്റിയൊന്നും അറിയില്ല. അങ്ങനെ ഒരു ക്യാരക്ടറാണോ പുള്ളിക്കാരുടെ ഫാദർ എന്നൊന്നും എവിടെയും പറഞ്ഞ് കേട്ടിട്ടില്ല. സെയിം ലീ പറഞ്ഞ പോലെ തന്നെയാണ് ഫോളോ ചെയ്തത്. കാരണം ഒത്തിരി പ്രിപ്പറേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ലീ എന്താ പറയുക, ഇച്ചിരി റെഫറൻസ് ഒക്കെ തന്നായിരുന്നു. നമുക്ക് ലാസ്റ്റിൽ ഒരു റൺവേയിൽ നമുക്കൊരു സ്പീച്ചൊക്കെ പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ റെഫറൻസസ് ഒക്കെ തന്നിട്ട് അങ്ങനെ, അല്ലാതെ വലിയ ഭീകരമായ പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങളുടെ ഡയറക്ടർ ഇരുന്ന് പറയുമായിരുന്നു മോർണിംഗ് 6 o'clock ടു നൈറ്റ്, ആ ഒരു വൈകുന്നേരം 6 വരെ അങ്ങനെയായിരുന്നു നിങ്ങളുടെ വർക്കിംഗ് സ്കെഡ്യൂൾ എന്ന്. അപ്പം ഷൂട്ട് ഡേയ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
നല്ല രസമായിരുന്നു. എനിക്ക് ഒരു ദിവസമാണ് ഷൂട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അത് ഒരു ഇതുകൊണ്ട് പിന്നെ ഒരു ദിവസം കൂടി അഡീഷണൽ വന്നു. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാൻ വരുന്നതിന് മുന്നേ, ഞാൻ ഇതിൻ്റെ അവസാന ഭാഗമാണ് വരുന്നത്. അതിനു മുന്നേ ഇതൊക്കെയാണ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, അൻഷ പറയൂ, ഇത്രയും നേരം ഇത്രയും ആസ് നിന്ന് കണ്ടിന്യൂസ്ലി ഷൂട്ടാണ്, ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു. ബട്ട് സ്റ്റിൽ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ഫണ്ണായിരുന്നു. എല്ലാവരും ഭയങ്കര കോപ്പറേറ്റ് ചെയ്ത് അടിച്ചു പൊളിച്ച് ഞങ്ങൾ ഷൂട്ട് ചെയ്തു. രാത്രി പകലൊന്നും ഞങ്ങൾ നോക്കില്ല. ഞങ്ങൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു. ടീം ഭയങ്കര സെറ്റായിരുന്നു. അതായത് ഇപ്പോൾ ഈ നമ്മൾ മറ്റ് പ്രൊജക്റ്റിലൊക്കെ കാണുന്ന പോലെ ഇവർ ഈ ഡയറക്ഷൻ ടീമോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട ആൾക്കാരല്ലാതെ ഇവരുടെ ഫാമിലി, ഇവരുടെ നാട്ടുകാർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുള്ള പിന്നെ ആ ഒരു ഇമോഷണൽ സീനുണ്ട്. അതിൽ ലീയുടെ ബന്ധുക്കളൊക്കെയാണ്, ലീയുടെ വീട് ബന്ധുക്കളൊക്കെയാണ് ആ നിൽക്കുന്നത്. അല്ലാണ്ട് പുറത്തുനിന്ന് ജൂനിയേഴ്സിനെ വിളിച്ചിട്ടെന്നുള്ള പരിപാടിയൊന്നും ആയിരുന്നില്ല. അത്രയ്ക്ക് എല്ലാവരും ഒരു നാട്ടുകാർ മൊത്തം അതിൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, റൺവേയില് മറ്റ് രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച രണ്ട് ആക്ടേഴ്സാണ് ഇനി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നത്. സോ സെല്ലോട്ടിലേക്ക് മേ ഐ വെൽക്കം രാജേഷ് രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ ആര്യ വിമൽ. ഹലോ. ആര്യ, ഫസ്റ്റ് ഓഫ് ഓൾ ലുക്കിംഗ് വെരി പ്രിറ്റി. ഞാൻ ഷോർട്ട് ഫിലിം കണ്ടിരുന്നു, അതിലുള്ളതിനേക്കാൾ പ്രിറ്റി ആയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പൊ അതിൽ ചേട്ടൻ ചെയ്തിരിക്കുന്നത് ഒരു CIയുടെ കഥാപാത്രവും, ആൻഡ് ആര്യ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഹീറോയിന്റെ റൂംമേറ്റ് ആയിട്ടുള്ള, അതെ, ഒരു വളരെ സ്ട്രോങ് സപ്പോർട്ടിങ് ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ചെറിയൊരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ കൂടി ഒരു സിനിമയുടെ ക്യാൻവാസിലാണ് സിനിമ ഇപ്പം ലൈക്ക് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ രണ്ടുപേരും ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ലീ എന്നോട് ഈ സ്റ്റോറി പറയുന്നു. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ, ലൈക്ക് കുറേ ഇമോഷൻ ത്രൂ വരുന്നത്, പിന്നെ നമുക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നി. അപ്പം ഓക്കെ പറഞ്ഞു, പിന്നെ അത് വർക്കൗട്ടായി. പ്രദേശം അടിമാലിയാണ്, മൂന്നാർ അടിമാലി. അവിടെ ചെറിയ കടയൊക്കെ ഇട്ടിരിക്കുകയാണ്. ചെറിയ കടയൊക്കെ ഇരിക്കുമ്പോഴാണ് ലിഹടി നമ്മുടെ കഥ എഴുതാൻ പറ്റുന്നത്. അങ്ങനെ പരിചയപ്പെട്ട് പുള്ളി കൂടെ അങ്ങ് കൂടി. ഓ, അവിടെ വന്നപ്പോ ലീന അങ്ങനെ പരിചയപ്പെട്ടതാണ്. അങ്ങനെ പരിചയപ്പെട്ട് പുള്ളി പിന്നെ പുള്ളിയോട് തന്നെയായി. പിന്നെ സിനിമ എന്ന് പറഞ്ഞൊരു നമ്മൾ ഫ്രണ്ടിൽ വന്നിട്ടില്ല, ബാക്കിൽ മാത്രമേ വന്നത് കണ്ടിട്ടുള്ളൂ എല്ലാം. ഫ്രണ്ടിലേക്ക് ഒരു ആഗ്രഹം പറഞ്ഞു പുള്ളി ഒരു ദിവസം പറഞ്ഞു, എനിക്ക് തനിക്ക് നല്ലൊരു കഥാപാത്രമുണ്ട്, ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ചെയ്തു, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഒരുപാട് കഷ്ടപ്പെട്ടു എന്നെ ഇങ്ങനെ ആക്കിയെടുക്കാൻ. ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ രണ്ടുപേർക്കും, ക്യാമറമാനും അതെ ഡയറക്ടറും അതെ, ഒരുപാട് കഷ്ടപ്പെട്ടു. അവസാനം ഒരുപാട് വഴക്കും ചീത്തയും കേട്ടി വന്നു. അല്ല, ചേട്ടൻ ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ ഒരു പോലീസിനെ പോലെ തന്നെ ഉണ്ട്. ഞാൻ ഈ ഒരു കൈൻഡ് ഓഫ് ഒരു ബേജ് പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് വന്നിരുന്നപ്പോ പോലീസുകാരനെ പോലെയൊക്കെ തന്നെ തോന്നും നമുക്ക്. പക്ഷെ ചേട്ടൻ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വാക്ക് കേൾക്കില്ലേ, പൂക്കി, അതേപോലെ ഉണ്ട് ചേട്ടൻ സംസാരിച്ചു കഴിഞ്ഞപ്പോ. ഭയങ്കര സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളെ പോലെയാണ്. പക്ഷെ സിനിമയില് ഭയങ്കര, അല്ല ഐ മീൻ ഷോർട്ട് ഫിലിമില് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഇതാ ചെയ്തത്. അപ്പം സിനിമയുടെ ക്യാമറയുടെ പുറകിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ ഇൻ ഫ്രണ്ട് ഓഫ് സ്ക്രീൻ വന്നപ്പോൾ? ഇതല്ലേ പറഞ്ഞ, ഞാനിങ്ങനെ എന്നൊരു വലിയൊരു മായലോകത്ത് വന്ന് വിട്ടവരായിപ്പോയി. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പഴയ കാലഘട്ടം അല്ലായിരുന്നല്ലോ, ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റമുണ്ട്. പക്ഷേ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് അവരെല്ലാവരും, ഇപ്പോൾ ക്യാമറമാൻ എല്ലാവരുമായിട്ടാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്ത്, അവരുടെ കൂടെ താമസിച്ച് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചൊരു എല്ലാം നല്ലൊരു ആദ്യത്തെ അനുഭവമാണ് അത് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെയും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ലൈക്ക് ആക്ടിങ്ങിൽ വരുമ്പോൾ. അതെങ്ങനെ ഉണ്ടായിരുന്നു? മോഡലിംഗ് ആണോ ഈസി അതോ ആക്ടിങ് ആണോ ഈസി? ആക്ടിങ് വളരെ പാടാണ് ശരിക്കും. എനിക്ക് ഡയലോഗൊക്കെയാണ്, കാരണം ഞാൻ പറയുന്ന ഒരു
മലയാളത്തിൽ നിന്ന് മാറി ഒരു പ്രോപ്പർ ആയിട്ടൊരു മലയാളം അത് കൊണ്ടുവരാനാണ് ആക്ച്വലി പാടുപെട്ടത്. കാരണം എൻ്റെ മലയാളം അത്രയ്ക്ക് ഭയങ്കര ഈ ഒരു ക്യാരക്ടറിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് കൊണ്ടുവരാൻ കുറച്ച് കഷ്ടപ്പെട്ടു. പക്ഷെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ലീ ആയാലും നജോസ് ആയാലും അവർക്ക് എന്താ വേണ്ടതെന്ന് അവർ ഓൾറെഡി എന്നോട് കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതെനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യമായിട്ട്? അത് ലൈക്ക് ലീഡിന്റെ ഒപ്പം തന്നെയുള്ള ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ്. എൻറ്റയർ ഫിലിം തുടക്കം തൊട്ടിട്ട് അവസാനം വരെ ഉണ്ട് താനും. വളരെയധികം ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ്. പക്ഷെ പിന്നെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റി. ആ ക്യാരക്ടർ എന്താണ്, ലീ എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദയ സിനിമയിൽ ചേട്ടൻ ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ ഇറങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും ചേട്ടാ? മോർ ദാൻ 20 years ആയിട്ടുണ്ടാകും അല്ലേ? 20 വർഷത്തിന് മുകളിൽ 20 വർഷത്തിന് മുകളിലായിട്ടുണ്ട് എന്തായാലും സിനിമ ഇറങ്ങിയിട്ട്. അപ്പം ഓഹോഹോ. അപ്പം ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ട് ഇപ്പൊ ഇത്രയും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരുമ്പം എന്താണ് ഏറ്റവും മേജറായിട്ട് ശ്രദ്ധിച്ചൊരു മാറ്റം? അന്നെന്ന് പറഞ്ഞൊരു ഫിലിം ഇങ്ങനെ എടുക്കാന്ന് വെച്ചാൽ നമ്മൾ ആക്ടേഴ്സിനെ പഠിപ്പിച്ച് ഒരു പ്രത്യേക ഇതിലായിരുന്നു. ഇപ്പം ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് മൊത്തത്തിൽ എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ടാണ് ഒരു ഫിലിം എടുക്കുന്നത്. അന്ന് അങ്ങനെ അല്ലായിരുന്നു. ഒരു ചെറിയ പേടിയൊക്കെ ആയിരുന്നു. ഏത് ആക്ടറും നല്ല ഡയറക്ടർ കാണുമ്പോൾ ഒരു ചെറിയൊരു ഒരു വേറെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബഹുമാനം കലർന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് മൊത്തത്തിൽ വരുന്നത്. പണ്ടങ്ങനെ അല്ലായിരുന്നല്ലോ. അതിന്റെ ഒരു മാറ്റം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ചേട്ടാ, സാധാരണ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ഒരു ഭാഗമായി കഴിഞ്ഞാൽ ലൈക്ക് ആൾക്കാർ കഴിവതും ഈ ഒരു ഫീൽഡിനോട് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞു അടിമാലിയിൽ ചെറിയൊരു കടയൊക്കെ ഇട്ടിരിക്കുമായിരുന്നു, ഞാൻ അങ്ങനെയാണ് ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള ലീ ചേട്ടനെ കണ്ടുപിടിച്ചത്. എന്തുകൊണ്ടാണ് അപ്പോൾ സിനിമ നിർത്തി പോകാനായിട്ടുള്ളൊരു റീസൺ ഉണ്ടായത്? അല്ല, അന്നത്തെ കാലത്ത് പറഞ്ഞാൽ നമ്മൾ അസോസിയേറ്റ് അല്ല, അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യല്ലായിരുന്നു. അതുപോലത്തെ വലിയ വിലയൊന്നും ഇല്ല പറഞ്ഞിട്ട്. പിന്നെ എല്ലാം കൂടെ ആയിട്ട് പിന്നെ നാട്ടിലേക്ക് പോകുന്നു, തിരിച്ചു പോകുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛന് നാട്ടിലായിരുന്നു. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കടയുണ്ടായിരുന്നു, അത് ഏറ്റെടുക്കാൻ അങ്ങനെ ഒരു ഇതിനായിട്ടേക്ക് വന്നത്. ഫിലിം എൻ്റെ ഒരു പാഷനാണ്. ഫിലിമാണ് നമ്മളൊരു ഇത്. അതെന്നെ രണ്ടാമത് ഉണർത്തി വിട്ടത് നമ്മുടെ ലീയാണ്. ലീയലിയാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നത്. ഇപ്പോൾ വിശാലിൻ്റെ പടത്തിനകത്ത് സെൻട്രൽ ക്യാരക്ടർ വേഷത്തിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അലോൺസിൻ്റെ അടുത്ത മാസം അലോൺസിൻ്റെ ആണ് പടം. പൂജ കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് ഇതുണ്ടായിരുന്നു, അത് പോയിട്ട് വന്നുള്ളൂ. അപ്പോൾ എന്നാന്നവർ അറിയിക്കും, അങ്ങനെയാണ് പറയാൻ പറ്റും. സൂപ്പർ. അത് ചേട്ടാ, നമ്മുടെ തലയിൽ സിനിമ എന്നുള്ള ഒരു വര എവിടെയെങ്കിലും വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ അങ്ങ് അടിമാലി പോയി കിടന്നാലും സിനിമ നിങ്ങളെ കണ്ടുപിടിച്ച് കൊണ്ടുവരും എന്ന് പറയുന്ന പോലെ. എന്തായാലും താങ്ക് യു സോ മച്ച്. റൺവേ ഒരുപാട് നല്ല റെസ്പോൺസുകൾ രണ്ടുപേർക്കും കൊണ്ടുതരട്ടെ. റെസ്പോൺസ് മാത്രമല്ല, ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസും ലൈക്ക് ന്യൂ ഡോർസ് ടു ന്യൂ ഓപ്പർച്യൂണിറ്റീസ് തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. താങ്ക് യു. കൂടുതൽ സിനിമാ വിശേഷങ്ങളും മൂവി അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് സെല്ലുലോയിഡിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me, Meenakshi Sudhir, signing on from Celluloid. Bye.